അബിൻ വർക്കി ഒന്ന് ആഘോഷം മാത്രം. അതായത് 10 കൊല്ലത്തിന് ശേഷം ദുർഭരണത്തിൽ നിന്ന് സൽഭരണം വരുന്നതിന്റെ ആഘോഷം. യൂത്ത് മുഖമുണ്ടോ ഇവിടെ മൊത്തം 14 പുതുമുഖങ്ങളാണ്. പുതിയൊരു സൽഭരണം വരാണ്. അത് ജനങ്ങൾ പിന്നെ ഡബിൾ കണ്ടില്ലേ, ജനം കണ്ടില്ലേ? UDF മാത്രമല്ല, ജനങ്ങൾ വന്നേക്കുന്നത് കണ്ടില്ലേ? ഏതായാലും അപ്പൊ എല്ലാ ആശംസകളും. ഓക്കെ, അബിൻ വർക്കിയും ആലുവ MLA അൻവർ സാദത്തുമാണ്. രണ്ടുപേരും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുമെങ്കിലും അബിൻ വർക്കിയുടെ കാര്യത്തിൽ അത്രയ്ക്ക് വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അൻവർ സാദത്തിന്റെ കാര്യം അവസാന ഘട്ടം വരെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു വലിയ ജാഥ തന്നെ ഇങ്ങോട്ട് വരികയാണ്. പിന്തുണയാണ്. വണ്ടൂരുകാരാണ്. പ്രിയപ്പെട്ട മന്ത്രിയാണ്. മലപ്പുറം ജില്ലയിലെ കൃത്യമായും വ്യക്തമായ ഒരു നേതൃത്വമുണ്ട്. അതിന്റെ പേരാണ് AP അനിൽകുമാർ. അത് ഞങ്ങളുടെ വികാരമാണ്. വണ്ടൂരുകാർക്ക് എല്ലാ ആശംസകളും. അകത്ത് കയറാൻ കഴിയുന്നില്ല. ഭയങ്കര AP അനിൽകുമാറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് AP അനിൽകുമാറിന്റെ പ്ലക്കാർഡുകളുമായാണ് വലിയൊരു ജനക്കൂട്ടം ഇവിടേക്ക് എത്തുന്നത്. എവിടെ നിന്നാണ്? ഇവിടെ തന്നെ. VT ബൽറാം തൃത്താലയുടെ സ്വന്തം MLA. മന്ത്രിയാവുന്ന പ്രതീക്ഷ രാവിലെ മറ്റൊരു ചോദ്യത്തിലേക്കല്ല എങ്കിലും മന്ത്രിയാവുന്ന പ്രതീക്ഷകൾ. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ഒരാളെ ഒരുപാട് ഇഷ്ടം. VT ബൽറാമിന്റെ പ്രതികരണമാണ്. തൃത്താലയുടെ MLA എന്നതാണ് VT ബൽറാം കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വാഭാവികമായും മന്ത്രിപദത്തിലേക്ക് അവസാനം വരെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മന്ത്രിമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.